നമ്മളിന്ന് വളരെ പ്രധാനപ്പെട്ടൊരു യോഗം ചേർന്നിരുന്നു. കർണാടക ഭവനിൽ വെച്ചിട്ടാണ് യോഗം ചേർന്നത്. ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളിലെ ഗവൺമെൻറ്റുകളെ പ്രതിനിധീകരിച്ചിട്ടുള്ള പ്രതിനിധികൾ പങ്കെടുത്തതാണ്. അതിനകത്ത് പങ്കെടുത്തത് തമിഴ്നാട്ടിലെ ധനകാര്യമന്ത്രി, തെലങ്കാനയുടെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ, അദ്ദേഹം അവിടുത്തെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതാണ്. കർണാടകത്തിലെ റവന്യൂ മന്ത്രി, അദ്ദേഹമാണ് സാധാരണ GST കൗൺസിലിൻ്റെ കാര്യങ്ങൾക്ക് വരാറുള്ളത്. പിന്നീട് പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ജാർഖണ്ഡ്, കേരളത്തിൽ നിന്ന് ധനകാര്യമന്ത്രി എന്ന ഞാനുണ്ടായിരുന്നു. പിന്നെ ബംഗാളിൻ്റെ ധനകാര്യമന്ത്രിക്കൊന്നും വരാൻ പറ്റാത്തതുകൊണ്ട് അവിടുത്തെ സീനിയർ ഒഫീഷ്യൽസിനെയാണ് വിട്ടത്. അപ്പോൾ 8 സംസ്ഥാനങ്ങൾ പങ്കെടുത്തിരുന്നു. ഇന്ത്യയുടെ ഏറ്റവും ആകെയുള്ളതിൻ്റെ ഒരു 1/3 സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യമുള്ള ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗാണ്. അത് വളരെ ചരിത്രപരമായ ഒരു മീറ്റിംഗ് ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം GST സമ്പ്രദായത്തെ സംബന്ധിച്ച് GSTയിൽ ഇപ്പോൾ പ്രധാനമന്ത്രി പുതുതായി അനൗൺസ് ചെയ്ത ആഗസ്റ്റ് 15 അനൗൺസ് ചെയ്ത റേറ്റുകളുടെ പുനഃസംഘടന സംബന്ധിച്ചുള്ള ഗൗരവമായ ചില പ്രശ്നങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയും GST കൗൺസിലിനകത്ത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് യോഗം ചേർന്നത്. അത് ഏറ്റവും പ്രധാനം റേറ്റുകൾ കൊണ്ടുവന്നതിൻ്റെ 4 സ്കെയിലുകൾ 2 തുടങ്ങിയ സാങ്കേതിക പ്രശ്നങ്ങളല്ല. ഇത് വരുമ്പോൾ ഇത് സംബന്ധിച്ച് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്തത്. ഒന്നാമത്തെ കാര്യം, ഈ റേറ്റുകൾ കുറയുന്നത് സാധാരണക്കാരെ സഹായിക്കുന്നതിനകത്ത് ഒരു ഗവൺമെൻറ്റിനും ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും അതിന് എതിരഭിപ്രായമേ ഇല്ല. സാധാരണക്കാർക്ക് റേറ്റിൻ്റെ ഗുണം കിട്ടുന്നതാണ്. പക്ഷേ ആ ഗുണം കിട്ടുമെന്ന് ഉറപ്പാക്കണം. റേറ്റ് കുറയുന്നത് സാധാരണ ജനങ്ങളിലേക്കും കൺസ്യൂമറിലേക്കും എത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഉറപ്പാക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതുവഴി സംസ്ഥാനങ്ങൾക്ക് നഷ്ടപ്പെടുന്ന വളരെ ഭീമമായ തുകയാണ്. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും തുക നഷ്ടപ്പെടാം എന്നുള്ള കാര്യം വേണേൽ പറയാം. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിന് അവരുടെ ആകെ വരുമാനത്തിൻ്റെ 25% ഈ GST വഴിയുള്ള വരുമാനമുള്ളൂ. സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നേരിട്ട് കിട്ടുന്ന വരുമാനം ഏകദേശം 50% ടാക്സ് വരുമാനത്തിൻ്റെ, സംസ്ഥാനങ്ങളുടെ ഓൺ വരുമാനത്തിൻ്റെ എന്നാണ്. അതോടൊപ്പം തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിന് പോകുന്ന വരുമാനത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന 20% കൂടുണ്ട്. അങ്ങനെ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് 10-20% വരാവുന്ന, അതായത് ഈ ഡിവിസീവ് പൂളിൽ നിന്ന് ഉൾപ്പെടെ വരാവുന്ന വരുമാനത്തിൽ ബാധിക്കും. അതിനകത്ത് കുറവ് വന്നാൽ ബാധിക്കും. അതിനകത്ത് ഇപ്പോഴത്തെ കണക്കനുസരിച്ചിട്ട് ഒരു 20% കുറവ് വരുമെന്നാണ് കാണുന്നത്, ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് വലിയ തോതിൽ ബാധിക്കും. അപ്പോൾ ആ റവന്യൂ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് റേറ്റ് റിവിഷൻ വരുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ വരുമാനം, ഇപ്പോൾ ഉള്ള വരുമാനങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തില്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ട് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആരെയെ ബാധിക്കുക? ഈ സംസ്ഥാനങ്ങളുടെ വരുമാനത്തിൽ നിന്നാണ്, കേരളത്തിൻ്റെ ഉദാഹരണം എടുത്താൽ 62 ലക്ഷം പേർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്നു. 10-12 കോടി 11,000 കോടി രൂപ കൊടുക്കുന്നത് ഈ ടാക്സ് റവന്യൂ എന്നാണ്. 42 ലക്ഷം കുടുംബങ്ങൾക്കാണ് 5 ലക്ഷം രൂപ വരെ ചികിത്സ കിട്ടുന്ന കാരുണ്യ ചികിത്സ. കേരളത്തിൽ മാത്രമാണ് ഇന്ത്യയിൽ ഹാർട്ട് ഓപ്പറേഷൻ ഉൾപ്പെടെ എല്ലാവരും ഈ പറഞ്ഞ ലിമിറ്റിലുള്ളവർക്ക് സൗജന്യമായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ സ്റ്റെൻറ്റ് കിട്ടാനൊരു ദിവസം താമസിക്കുന്നതാണ് കേരളത്തിലെ വാർത്ത. പാരാസിറ്റമോൾ കിട്ടാൻ 2 ദിവസം താമസിക്കുന്നത്, അല്ലെങ്കിൽ ഒരാഴ്ച താമസിക്കുന്നതായിരിക്കും ചിലപ്പോൾ മറ്റൊരു നോർത്ത് ഇന്ത്യയിലെ വാർത്ത. പാരാസിറ്റമോളോ പിന്നെ പനിയുടെ മരുന്നോ മരുന്നോ ആണെങ്കിൽ സ്റ്റെൻറ്റ് കിട്ടുന്ന അടക്കം നമ്മൾ സൗജന്യമായി കൊടുക്കുന്ന 42 ലക്ഷം കുടുംബങ്ങളുടെ ചികിത്സാ പദ്ധതി നടപ്പിലാക്കുന്നതിനും ഈ പണമാണ്. ലൈഫ് പദ്ധതിയും മറ്റു കാര്യങ്ങളും റോഡുകളും ഇതെല്ലാം സ്റ്റേറ്റുകളെയും ബാധിക്കുന്നുണ്ട്, ഏറിയും കുറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് വരുന്ന, അപ്പോൾ ഏറ്റവും പ്രധാനം സംസ്ഥാനങ്ങളുടെ റവന്യൂ സംരക്ഷിക്കണം, സാധാരണക്കാർക്ക് ഈ ഗുണം കിട്ടണം. ഈ 2 കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യം പറയുമ്പോൾ സാധാരണക്കാർക്ക് ഈ ഗുണം കിട്ടണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ റേറ്റ് കുറച്ചപ്പോൾ സംസ്ഥാനങ്ങളുടെ വരുമാനം കുറഞ്ഞു. റേറ്റ് കുറച്ചതിനെ സംബന്ധിച്ച് കേരള സംസ്ഥാന ഗവൺമെൻറ് GST ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സ്റ്റഡി നടത്തി, 25 ഇനങ്ങൾ സ്റ്റഡി നടത്തിയപ്പോൾ അതിനകത്തുനിന്ന് മനസ്സിലായ കാര്യം, ഈ റേറ്റ് കുറച്ചതിൻ്റെ ഗുണം വാങ്ങുന്നവർക്ക് കിട്ടിയിട്ടില്ല. ഉദാഹരണത്തിന് ഫ്രിഡ്ജിൻ്റെ കേസ് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് നേരത്തെ. ഫ്രിഡ്ജിന് 28% ടാക്സ് ഉണ്ടായിരുന്നത് 18 ആയി. 10,000 രൂപ വിലയുള്ള ഏറ്റവും വില കുറഞ്ഞ ഒരു ഫ്രിഡ്ജിന് 12,800 രൂപ എന്നുള്ളത് 11,800 ആവണം. പക്ഷേ എവിടെയും 11,800 കിട്ടിയിട്ടില്ല. ഇപ്പോഴും സംഭവിക്കാൻ പോകുന്നത്, ഇന്ത്യയിലാകെ ഇത് 2 ലക്ഷം കോടി രൂപ വരെ നഷ്ടമുണ്ടാക്കും, 2.5 ലക്ഷം കോടി വരെ നഷ്ടമുണ്ടാകുന്ന കണക്കുണ്ട്. എൻ്റെ കണക്ക് അതിലും കൂടുതലായിരിക്കും എന്നാണ്, കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച്. ആ തുക കുറയുന്നത് സാധാരണക്കാർക്ക് പോവില്ല. ഇപ്പോൾ തന്നെ കേരളത്തിൽ നിന്ന് ചില സിമൻറ്റ് വ്യാപാരികൾ ഒരു മെസ്സേജ് അയച്ചു തന്നിരുന്നു കഴിഞ്ഞ ദിവസം. 30 രൂപ സിമെൻറ്റിന് കുറയാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു കേട്ടു. പക്ഷേ സിമെൻറ്റ് കമ്പനികൾ ഇപ്പോൾ തന്നെ 30-35 രൂപ കൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു അടുത്ത മാസം തൊട്ട്. അപ്പോൾ ഈ തരത്തിൽ ഈ വരുന്ന കുറവെല്ലാം അവർക്ക് ഗുണമുണ്ടായി പോകുന്നതാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് ഒരു പ്രധാന പ്രശ്നമാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിനകത്ത് ഒരു പ്രൊട്ടക്ഷൻ വേണം എന്ന നിലയിലേക്ക്
നമ്മൾ വളരെ ഗൗരവമായി ഇക്കാര്യം പറഞ്ഞു. എല്ലാ ഈ 8 സംസ്ഥാനങ്ങൾ വന്നവരെല്ലാം ഈ കാര്യത്തിനകത്ത് യോജിപ്പുണ്ടോയെന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ വന്ന 8 സംസ്ഥാനങ്ങൾ മാത്രമല്ല, BJP സംസ്ഥാനങ്ങൾക്കുൾപ്പെടെ വലിയ കുറവ് വരും. അവരെ കുറച്ചൊക്കെ കേന്ദ്ര ഗവൺമെൻറ് സ്വന്തം ഗവൺമെൻറ് ആയതുകൊണ്ട് സഹായിക്കുമായിരിക്കും. പക്ഷേ വലിയ തോതിൽ സംസ്ഥാനങ്ങളുടെ വരുമാനത്തെ ബാധിക്കുന്നത്, സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ വരാൻ പോകുന്നു. അപ്പോൾ ഇത് സംബന്ധിച്ച് വരുന്ന 3ഉം 4ഉമാണ് ചർച്ച. ആ 3ഉം 4ഉം തീയതികളിൽ ഒരു സമവായം ഉണ്ടായി ഈ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യണം. അതിനകത്ത് ഇപ്പോൾ ഈ കോമ്പൻസേഷൻ സെസ് എന്ന് പറയുന്ന സാധനമുണ്ട്, പ്രൊട്ടക്റ്റഡ് റവന്യൂ, അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് പുനരാലോചിക്കും. അതുൾപ്പെടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഇപ്പോഴത്തെ സ്ഥിതിയിൽ കോമ്പൻസേഷൻ കൊടുക്കാനും വകുപ്പുണ്ട് കേന്ദ്ര ഗവൺമെൻറ്. കാരണം ഒരു ഓൾറെഡി കളക്ട് ചെയ്യുന്നുണ്ട്. നിയമപരമായിട്ടൊരു അമെൻമെൻറ്റ് വേണ്ടി വരും, കാലാവധി കിട്ടി. പക്ഷെ നമ്മളവിടെ ചർച്ച ചെയ്ത് പറഞ്ഞത് അടുത്ത 5 വർഷത്തേക്കെങ്കിലും ഇപ്പോൾ ഉള്ള ഈ നഷ്ടം വരുന്നതിന് കോമ്പൻസേഷൻ കൊടുക്കണം. 5 വർഷം കഴിഞ്ഞ് സ്റ്റെബിലൈസ് ചെയ്തില്ലെങ്കിലോ പിന്നെ നീട്ടണം. കാരണം വരുമാനം ആകെ കുറയുക. കണക്കുകളൊക്കെ എടുത്തിട്ട് പറഞ്ഞിരുന്നു ഞങ്ങൾ. ഇന്ത്യയുടെ GDP ആയി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ മുമ്പുണ്ടായിരുന്ന അത്രയും ടാക്സ് വരുമാനം ഇപ്പോൾ ഇല്ല. GSTക്ക് മുമ്പ് ഉണ്ടായിരുന്ന വാറ്റും സെയിൽ ടാക്സും ഉണ്ടായിരുന്നപ്പോൾ ഉള്ള വരുമാനമില്ല. ഉദാഹരണം ഞാൻ പറയാം, കേരളത്തിന് GST വരുന്നതിന് മുമ്പ് ഉള്ള സമ്പ്രദായവും ഇപ്പോഴത്തെ സംബന്ധിച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. GST വന്നപ്പോൾ കേരളത്തിന് 2017 മുതൽ 2022 വരെ പ്രൊട്ടക്റ്റഡ് റവന്യൂ കിട്ടി. അതായത് GST ഓരോ വർഷവും അന്ന് 2017 തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ടാക്സ് വരുമാനം അതിൽ നിന്ന് ഓരോ വർഷവും 14% വീതം വർദ്ധിക്കും. ആ 14% വർധന വന്നില്ലെങ്കിൽ ആ തുക നഷ്ടപരിഹാരമായി തരും. ഇതായിരുന്നു പഴയ കോമ്പൻസേഷൻ. 5 വർഷം ആകുമ്പം ആകെ അങ്ങ് ഡെവലപ്മെൻ്റ് ആവും, പിന്നെ വേണ്ടി വരത്തില്ലെന്നാണ് നമുക്ക് കണക്ക് കൂട്ടി. 5 വർഷം ആയപ്പം അത് നിർത്തി. കഴിഞ്ഞ 2 വർഷമായിട്ട് ആ പണം കിട്ടുന്നില്ല. ഈ കഴിഞ്ഞ വർഷം ഈ 14% വീതം 2017 തൊട്ട് ഇങ്ങോട്ട് 14% വീതം തരികയായിരുന്നെങ്കിൽ കേരള ഗവൺമെൻറ്റിന് കിട്ടേണ്ട വരുമാനം 54,000 കോടിയാണ് ടാക്സിൽ, GSTയിൽ. എത്ര കിട്ടിയെന്നറിയോ? 32,000. 22,000 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ച GST കൗൺസിൽ അംഗീകരിച്ച കണക്കനുസരിച്ചിട്ട് കഴിഞ്ഞ വർഷം കിട്ടാനുള്ള കുറവാണ്. അപ്പോൾ ചിലർ പറയുന്നു, ഇപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളൊക്കെ പറയുന്നത് GST വന്നതിന് ശേഷം വലിയ കുതിച്ചാട്ടമാണ്. ഒരു സംസ്ഥാനത്തിന് ആ കുതിച്ചാട്ടം ഉണ്ടായില്ല. ഇനി പഴയ സെയിൽ ടാക്സും വാറ്റും ആയിരുന്നെങ്കിലോ? പഴയ സെയിൽ ടാക്സും വാറ്റും ആയിരുന്ന അവസാന വർഷം 18,900 കോടി രൂപയോളമാണ് കേരളത്തിന് കിട്ടിയിരുന്ന ടാക്സ്. ഏത്? ഈ സർവീസ് ടാക്സ് ഇല്ലാതെ. ഈ സർവീസ് ടാക്സോട് ചേർത്തിട്ടാണ് ഈ GST. അങ്ങനെ 18,900 കോടി കിട്ടി. എന്നിട്ട് 12% വെച്ച് ഗ്രോത്ത് ഉള്ളതെന്ന് വെച്ചു. അന്ന് നമുക്ക് കേരളത്തിന് 12-13% ഗ്രോത്ത് ഉണ്ട് ഓരോ വർഷവും. 12% ഗ്രോത്ത് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കഴിഞ്ഞ വർഷം 51,000 കോടി കിട്ടണം. അപ്പോൾ GST വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് 51,000 കോടി കിട്ടണം. GST വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ അഷുറൻസ് അനുസരിച്ച് നമുക്ക് 54,500 കോടി കിട്ടണം. പക്ഷേ കിട്ടിയത് 32,000 കോടിയാണ്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇത് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു 8,000 കോടിക്ക് മുകളിൽ കുറവ് വരുമെന്നാണ് കാണുന്നത് ഞങ്ങളുടെ കണക്ക്. ഇന്ത്യയിലാകെ വരുന്ന കണക്ക് നേരത്തെ പറഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നഷ്ടം വളരെ ഭീമമായിരിക്കും. കേരളത്തിന് ഒരു കാര്യവും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തിൻ്റെ പ്രശ്നമാണ്. ഇന്ത്യ ദാറ്റ് ഈസ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. സ്റ്റേറ്റുകളെല്ലാം കൂടെ ചേർന്ന യൂണിയനാണ്. സ്റ്റേറ്റും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം, സംസ്ഥാനങ്ങളെ സംരക്ഷിക്കുന്ന, അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കുന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഇന്ത്യയിലെ ആകെയുള്ള വരുമാനത്തിൽ GSTയുടെ പങ്ക് കേന്ദ്ര ഗവൺമെൻറ് വളരെ കുറവാണെന്ന് ഞാൻ പറഞ്ഞു. സംസ്ഥാന ഗവൺമെൻറ്റിന് വളരെ കൂടുതലാണ്. ഇന്ത്യയിലെ ആകെയുള്ള ചെലവുകളിൽ ഇന്ത്യയിലെ ആകെ ഗവൺമെൻറ്റിൻ്റെ വരുമാനത്തിൻ്റെ 64-65% കിട്ടുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. ബാക്കിയേ ഉള്ളൂ സംസ്ഥാന ഗവൺമെൻറ് എന്ന് പറഞ്ഞത് 15ാം ധനകാര്യ കമ്മീഷനാണ്. അതേ 15ാം ധനകാര്യ കമ്മീഷൻ തന്നെ പറഞ്ഞേക്കുന്നത് ഇന്ത്യയിലാകെയുള്ള ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിൻ്റെ 65% നടപ്പിലാക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റുകളാണ്. ഇത് ഫിനാൻസ് കമ്മീഷൻ്റെ പഠനമാണ്. അപ്പം ആകെയുള്ള വരുമാനത്തിൻ്റെ 2/3 വരുമാനം കേന്ദ്ര ഗവൺമെൻറ് കിട്ടും, 1/3 ഉള്ളൂ സംസ്ഥാന ഗവൺമെൻറ്റിന്. ആകെയുള്ള ചെലവിൻ്റെ എക്സ്പെൻഡിച്ചറിൻ്റെ 2/3 ഭാഗവും സംസ്ഥാന ഗവൺമെൻറ് ചിലവാക്കണം. ചിലവ് 1/3 ഉള്ളൂ കേന്ദ്ര ഗവൺമെൻറ്. ഇതാണ് ഫിനാൻസ് കമ്മീഷൻ പറഞ്ഞത്. ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു കാര്യം വന്നാൽ രാജ്യത്തെ സംസ്ഥാനങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റാതെ വരും. സംസ്ഥാനങ്ങളുടെ പദ്ധതികൾ പൊളിയും. ഏറ്റവും പ്രധാനമായിട്ട് ഇത് ബാധിക്കുക ആരെയായിരിക്കും? ഏറ്റവും സാധാരണക്കാരായിരിക്കും. സർക്കാരിൻ്റെ ശമ്പളം മേടിക്കുന്ന ജീവനക്കാരുൾപ്പെടെ എല്ലാവരും ബാധിക്കും. സർക്കാർ ശമ്പളം തന്നെ നമ്മുടെ സംസ്ഥാനം എടുത്താൽ ഇപ്പോൾ തന്നെ ഏകദേശം റവന്യൂ വരുമാനത്തിൻ്റെ 95-100 ഇടയ്ക്ക് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ശമ്പളത്തിൻ്റെ തന്നെ കണക്കെടുത്താൽ ഏകദേശം റവന്യൂ വരുമാനത്തിൻ്റെ 100% എത്തുകയാണ് ശമ്പളം. അവിടെ തന്നെ
ഇനി 3-4 DA കൊടുക്കാനുണ്ടെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതൊന്നും ഒളിച്ചു വെക്കുന്ന രീതിയൊന്നുമില്ല. അതാണ് ആകെ കൊടുക്കാനുള്ള സംസ്ഥാനത്തിൻ്റെ ബാധ്യത. ഓണത്തിൻ്റെ സമയത്തൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ നന്നായി ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതോടെ വന്നാൽ ആകെയുള്ള റവന്യൂ വരുമാനത്തിൻ്റെ 110-120% വരെ പോവും. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റിൽ സർക്കാരിൻ്റെ സംവിധാനങ്ങളെ ആകെ ബാധിക്കും, നമ്മുടെ ആശുപത്രിയെ ബാധിക്കും, സ്കൂളുകളെ ബാധിക്കും, റോഡുകളെ ബാധിക്കും, ലൈഫ് പദ്ധതിയെ ബാധിക്കും, എല്ലാം ബാധിക്കും. ഇത് കേരളത്തിന് മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഈ ആശങ്കയുണ്ട്. BJP സംസ്ഥാനങ്ങൾക്ക് ഓപ്പണായിട്ട് വരാൻ പറ്റത്തില്ലല്ലോ. അവർ രഹസ്യമായിട്ട് ഈ പ്രശ്നം ഞങ്ങളോടൊക്കെ പറയാറുണ്ട്, അങ്ങനെ കമ്മിറ്റിയിലും പറയാറുണ്ട്. പക്ഷേ BJP തീരുമാനം എടുത്തുകൊണ്ട് അവർക്ക് വരാൻ പറ്റില്ല. അത് അത്രയും സീരിയസ് ആയിട്ട് രാജ്യത്തിൻ്റെ ഫിസ്ക്കൽ ഫെഡറലിസത്തെ മാത്രമല്ല സംസ്ഥാനങ്ങളുടെയും ജനങ്ങളുടെയും നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് വരുന്നതുകൊണ്ട് റവന്യൂ ഉറപ്പാക്കണം എന്നുള്ള കാര്യമാണ് ഇന്നത്തെ ആലോചന വന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകൾ ഇതിന് തുടർച്ചയായിട്ട് നടക്കും. 3-4 കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് ഈ കോമ്പൻസേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ പഴയ നോട്ട് നിരോധനം ഉണ്ടല്ലോ, വേണ്ടത്ര ആലോചന നടത്താതെ ഡിമോണിറ്റൈസേഷൻ ഔട്ട് ഓഫ് ദ ബ്ലൂ എന്നൊക്കെ പറയുന്ന പോലെ പെട്ടെന്നെടുത്ത് ഒരു പ്രഖ്യാപനം പോലെയാണ് ഇത് തോന്നുന്നത്. എൻ്റെ ഒരു അസസ്മെൻ്റ്. കാരണം ആകെ എത്ര നഷ്ടം ഉണ്ടാവുമെന്ന് ഉദ്യോഗസ്ഥന്മാർ പഠിച്ച റിപ്പോർട്ട് വെച്ചിട്ടില്ല. എത്ര നഷ്ടം ഉണ്ടാവും ഇന്ത്യയിൽ ഈ ടാക്സിൻ്റെ വ്യത്യാസം കാരണം? എവിടെയാണ് അതിൻ്റെ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യുക? അപ്പോൾ ഇത് ഒരു പ്രഖ്യാപനം പോലെ വരികയാണ്, ഇങ്ങനെ ചെയ്യും, 2 സ്ലാബാക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും പറയുന്നു, സാധാരണക്കാരെ സഹായിക്കാനായിട്ട് ടാക്സിൻ്റെ അളവ് അവരിലേക്ക് എത്തണം. കോർപ്പറേറ്റുകളും ഇടനിലക്കാരും കൊണ്ടുപോകാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, റവന്യൂ സംസ്ഥാനങ്ങളുടെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ ആകെ പ്രവർത്തനം രാജ്യത്തിൻ്റെ ആകെ പ്രവർത്തനത്തെ ബാധിക്കും. ഈ 2 കാര്യങ്ങൾ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടെടുക്കണം. സാധാരണഗതിയിൽ ഈ GST വന്നതിന് ശേഷം ഉണ്ടാവാത്തത്ര തരത്തിലുള്ള ശക്തമായ ഒരു ഇടപെടലാണ് ഈ BJP സ്റ്റേറ്റുകളുടെ. അതിനകത്ത് പ്രതിപക്ഷം ഭരണപക്ഷം എന്നുള്ള പ്രശ്നമൊന്നുമില്ല, രാഷ്ട്രീയമൊന്നും ഇതിനകത്തില്ല. സംസ്ഥാനങ്ങൾ നിലനിൽക്കുക എന്നുള്ളത് ഇന്ത്യയുടെ ആവശ്യമാണ്. സംസ്ഥാനങ്ങളുടെ ഗവൺമെൻറ്റുകളും അവിടുത്തെ ജനങ്ങളും അവരുടെ ഭരണവും നിലനിൽക്കേണ്ട ആവശ്യമാണ്. ആദ്യമായിട്ടാണ് BJP ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലാണ് GST നടപ്പിലാക്കി തുടങ്ങുന്നത്. GST ആയാലും മറ്റു കാര്യമായാലും ഇത് ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾ പറഞ്ഞതല്ല. 8 സംസ്ഥാന ഗവൺമെൻറ്റുകൾ അവരുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ വളരെ ഗൗരവമായ കാര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് വന്നത്. ഇതിനൊപ്പം മറ്റ് നികുതികളുടെ കാര്യം പറഞ്ഞില്ല. ലോട്ടറിയുടെ നിങ്ങൾക്കറിയാം, ലോട്ടറി 28% നിന്ന് 40% ആക്കാൻ തീരുമാനിച്ചു. റേറ്റ് റാഷണലൈസേഷൻ്റെ ഭാഗമായിട്ട് 2 സ്കെയിലല്ലാതുള്ളൂ. നമ്മളെ സംബന്ധിച്ച് ലോട്ടറി, പേപ്പർ ലോട്ടറി മാത്രമാണ് സിംഗിൾ പോയിന്റിൽ നിന്നാണ് ടാക്സ് ഈടാക്കുന്നത്. അത് പിന്നെ മറ്റാരെയും ബാധിക്കുന്നില്ല. അവിടെ നമ്മുടെ ഏറ്റവും പ്രധാന പ്രശ്നം സാധാരണക്കാരായ ലോട്ടറി കച്ചവടക്കാരെ ബാധിക്കുന്ന പ്രശ്നമുണ്ട്. നമുക്ക് 1.5 ലക്ഷത്തിനും 2 ലക്ഷത്തിനിടയിൽ കച്ചവടക്കാരുണ്ട്, ചില ഏജന്റുമാർ സാധാരണ 300, 500, 1000 ഒക്കെ ഇത് വിറ്റിട്ട് പൈസ കിട്ടുന്ന ആളുകളുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെയുള്ള പ്രശ്നം വേറെ ഗൗരവമായിട്ട് തന്നെ കഴിഞ്ഞ മീറ്റിങ്ങിൽ തന്നെ ഞങ്ങൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും നമ്മൾ ഉന്നയിക്കുന്നുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാന പ്രശ്നം. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഇത്രയും ശക്തമായൊരു പിന്നെ ഒരു ടാക്സ് സംബന്ധിച്ചുള്ള വളരെ ജോയിൻ്റ് ആയിട്ടുള്ള ഒരു ഇടപെടൽ സംസ്ഥാനങ്ങളുടെ താല്പര്യം കൂടി സംരക്ഷിക്കണം എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഇടപെടൽ എപ്പോഴാണ് വരുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ കാര്യം പറഞ്ഞത്. കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഞങ്ങൾ ജോയിൻ്റ് ആയിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിയിരുന്നു, ഒരു പ്രമേയം പോലെ. അത് ഇത് GST കൗൺസിലിൽ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ്. അതിൻ്റെ കോപ്പി ഇവിടെ തരാം. അത് ഒരു പേജുള്ളൊരു പ്രമേയമാണ്. ഇത്രയാണ് ഇന്നത്തെ പറയാറുള്ളത്. സാധാരണഗതിയിൽ ഇതുവരെ ഈ കൗൺസിലിനെ ഒരു വിശ്വാസത്തിലെടുക്കാതെ ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. വിശ്വാസം എടുക്കാതില്ല. കാരണം ഈ പ്രൊപ്പോസൽ കേന്ദ്ര ഗവൺമെൻറ് അവതരിപ്പിക്കാം, സംസ്ഥാനങ്ങൾക്ക് അവതരിപ്പിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ കൗൺസിലുകൾക്കകത്ത് ചർച്ച ചെയ്യാം. ഞാൻ ധനകാര്യമന്ത്രിയായിരുന്ന ആദ്യത്തെ വർഷം തന്നെയാണ് റേറ്റ് റാഷണലൈസേഷൻ കമ്മിറ്റി, ശ്രീ ബൊമ്മയാണ് നമ്മുടെ കർണാടക CM ആയിരുന്നു അതിൻ്റെ ചെയർമാൻ. ഞങ്ങൾ എത്ര മീറ്റിംഗ് അദ്ദേഹമായിട്ട് അതിന് പങ്കെടുത്ത് കൂടിയിട്ടുണ്ട്. അതെല്ലാം അതിനകത്ത് ഇപ്പം സാധാരണ റേറ്റ് റാഷണലൈസേഷൻ്റെ റേറ്റുകൾ ചോദിച്ചാൽ നിങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ആ കമ്മിറ്റിക്കകത്ത് രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ പറയാറില്ല. കാരണം പല റേറ്റ് ഇവർ വകുപ്പുകൾ സ്റ്റഡി ചെയ്ത് ഒത്തിരി പണിയുണ്ട് ഇതിനകത്ത്. ഓരോ ഐറ്റത്തിൻ്റെയും വരുമാനവും നഷ്ടവും അതിൻ്റെ ഈ റേറ്റിൻ്റെ പിന്നെ ഇൻപുട്ട് ടാക്സ്, അതിൻ്റെ പിന്നെ ഇൻവേഷൻ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി സാങ്കേതിക കാര്യമൊക്കെ പഠിച്ചൊക്കെ കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരു കാര്യമല്ലാതെ പുറത്തൊന്നും സാധാരണ പറയാറില്ല. അപ്പോൾ അത് പ്രധാനമന്ത്രിയുടെ ആഗസ്റ്റ് 15 പ്രഖ്യാപനത്തിലാണ് അത് വന്നത്. അദ്ദേഹം ഇങ്ങനെ ചില കാര്യങ്ങൾ വരുമെന്ന് പറഞ്ഞു. പക്ഷേ റേറ്റുകളൊന്നും വന്നില്ല. റേറ്റുകൾ അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ വരുമോ ചെയ്തത്. സാധാരണഗതി കൗൺസിൽ വരണം. അതെ, അത് വാസ്തവത്തിൽ കൗൺസിലിനകത്ത് കണ്ടതാണ്. അതുകൊണ്ട് പിന്നെ ഗോം വിളിച്ചു. ഗോമിനകത്ത് നമ്മൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തില്ല. GST കൗൺസിൽ ചർച്ച ചെയ്തിട്ട് കാര്യമുള്ളൂ. ഞങ്ങൾ ചർച്ച ചെയ്തല്ല ഇത്.
അതുകൊണ്ട് GST കൗൺസിൽ പറഞ്ഞു. അവിടെ ഞങ്ങൾ രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, സാധാരണക്കാർക്ക് ഈ ടാക്സിൻ്റെ ഇതിൻ്റെ ബെനിഫിറ്റ് വരുന്നത് പലപ്പോഴും കമ്പനികൾ ഗുണമെടുക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ വരരുത്. രണ്ടാമത്തെ കാര്യം, ഇത് പിന്നെ സ്റ്റേറ്റുകളുടെ ഇൻകം പ്രൊട്ടക്റ്റ് ചെയ്യണം, ഈ റവന്യൂ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞത്. ഇന്ന് കേന്ദ്ര ധനമന്ത്രി ഇല്ലല്ലോ ഇതിനകത്ത്. ഞങ്ങൾ കേന്ദ്ര ധനമന്ത്രിയായിട്ടൊരു ചർച്ച നടന്നിട്ടില്ല ഇതുവരെ. 3-4 GST കൗൺസിൽ, ഫുൾ GST കൗൺസിലാണ്. എല്ലാ സംസ്ഥാനങ്ങളും വരും. ധനകാര്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് വരിക. അപ്പോൾ അവിടെ ഞങ്ങൾ ശ്രദ്ധപ്പെടുത്താനുള്ള കാര്യങ്ങൾ ഇന്ന് ആലോചിച്ചെന്നുള്ളൂ. അതിനെപ്പറ്റി അല്ല, അതൊക്കെ അവിടെ വരുമല്ലോ. ഇന്നത്തെ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ ഒരു വന്നു. അവിടുത്തെ വേണ്ടത്ര കൺസൾട്ടേഷൻ വരാത്തോണ്ടായിരിക്കണമല്ലോ ഇങ്ങനെ ഒരു ആലോചന വന്ന് ഈ പ്രശ്നം ഉന്നയിക്കുന്നത്. ഇപ്പം ഞങ്ങളൊരു ഒരു ഒരു പ്രമേയം പോലെ സാധനം തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തരും ഇവിടെ. അത് തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ വേറെ സമവായത്തിലെത്തേണ്ട വിഷയം അല്ല, ഇന്നത്തെ കാര്യത്തിൽ അതിനകത്താണ് പ്രധാനമായിട്ടും വിഷയം ചർച്ച ചെയ്തത്. ഇന്നത്തെ വിഷയത്തിനകത്ത് അതിനകത്ത് വേറെ പല ആസ്പെക്റ്റുകളുണ്ടാവും. അതെല്ലാം ഇന്ന് ചർച്ച ചെയ്തില്ല. ഇപ്പം പൊളിറ്റിക്കലായി പല ആസ്പെക്റ്റുണ്ട്. പിന്നെ ഈ റേറ്റ് റിവിഷൻ്റെ ഭാഗമായിട്ട് ഇൻ്റർനാഷണൽ പ്രഷർ ഉണ്ടാവും. ട്രംപിൻ്റെ പുതിയ റേറ്റ് വന്നല്ലോ. റേറ്റ് അത് വെറും എക്സ്റ്റേണൽ റേറ്റ് മാത്രമാണെന്ന്, അതിൻ്റെ ചർച്ചയൊന്നും വരേണ്ട കാര്യമില്ലെന്ന്. അത് എക്സ്റ്റേണൽ റേറ്റ് മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം നമ്മുടെ ഇന്ത്യ ആൻഡ് റഷ്യ ആർ ഡെഡ് എക്കണോമീസ് എന്ന് പറഞ്ഞിട്ട് ട്രംപിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ ആൻഡ് റഷ്യ ആർ ഡെഡ് എക്കണോമീസ് ബിക്കോസ് ദെയർ താരിഫ് ഈസ് വെരി ഹൈ. Tariff is very high is not meant that it is an external tariff alone. Even the internal tariff, there is a criticism on the part of some international big business houses. അത് കാണും. അത് പക്ഷേ ഇവിടുത്തെ പ്രശ്നമായിട്ട് ഇപ്പോൾ വന്നിട്ടില്ല. ഇപ്പോഴത്തെ കാര്യത്തിനകത്ത് ഇതാണ് വന്നേക്കുന്നത്. നമ്മുടെ ഇന്റേണൽ താരിഫ് തന്നെ വല്ലാതെ കൂടുതലാണെന്നും കുറയുകയെന്നും പറയണ്ട. അതാണ് ഇപ്പം 1 ലക്ഷം രൂപയുടെ ഒരു ഫോൺ മേടിക്കുന്ന ആളും 10,000 രൂപയുടെ ഫോൺ മേടിക്കുന്ന ആളും ഒരുപോലല്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ അതാണ് ക്രോസ് സബ്സിഡി പോലുള്ള കാര്യങ്ങൾ നേരത്തെ ഉള്ളത്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ജനറലായ കാര്യമല്ലേ നമുക്കിപ്പോൾ അതിനകത്ത് പറയാൻ പറ്റും. ബാക്കി അവിടെ വരുമ്പോഴാണ് ഇതിനകത്ത് സാധാരണ ഒരിക്കലും ഉണ്ടാവാത്ത, GST കൗൺസിൽ നിലവിൽ വന്നതിന് ശേഷം ഒരിക്കലും ഉണ്ടാവാത്ത രീതിയിലാണ് ഈ കാര്യം വന്നത്. അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ പ്രൈം ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ ഫിനാൻസ് ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. ഏറ്റവും ഈ ആകെ 70% ചെലവും രാജ്യത്തെ ആകെ എക്കണോമി ചലിപ്പിക്കുന്നതിനകത്ത് പങ്കുവഹിക്കുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ് വഴിയുള്ള താഴോട്ട് പോകുന്ന ഫണ്ടുകളാണ്. ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷൻ. ഇപ്പം ഓണത്തിന് നമ്മൾ 62 ലക്ഷം പേർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ മാത്രം കൊടുത്തത് 3200 രൂപ വെച്ച് കിട്ടുമല്ലേ അവർക്ക്. എന്നോട് വ്യാപാരി വ്യവസായികളുടെ ചില ആൾ പറഞ്ഞു, ഈ പണം കിട്ടിക്കഴിഞ്ഞാൽ കമ്പോളത്തിൽ ഇളക്കമാണ്. കാരണം ഈ പണം നേരെ താഴോട്ട് ചെല്ലും. ഒരു 3 ലക്ഷം രൂപ വരുമാനം മാസം കിട്ടുന്ന ആടെ ചിലവ് ചിലപ്പോൾ അത്രയും കാണില്ല. അത് ചിലപ്പോൾ ബാങ്കിലോ അല്ലെങ്കിൽ ഹൈ എൻഡ് പോകും. പക്ഷേ ഏറ്റവും സാധാരണക്കാരൻ്റെ കൈ ചെല്ലുന്ന പണമാണല്ലോ താഴോട്ടെത്തുക. ഓണം എന്ന് പറഞ്ഞാൽ വലിയൊരു ഉത്സവമാകുന്നത് എന്തുകൊണ്ടാണ്? 20,000 കോടിയിലധികം നമുക്ക് ആ ഒരൊറ്റ മാസം നമ്മൾ പലതരത്തിൽ താഴോട്ട് ജനങ്ങളുടെ കയ്യിലേക്ക് എത്തും. ശമ്പളമായാലും ബോണസ് ആയാലും മറ്റ് ആനുകൂല്യങ്ങളായാലും. അപ്പോൾ ആളുകളുടെ കൈ താഴോട്ട് പണം ചെന്നില്ലെങ്കിൽ ഏത് എക്കണോമിയാണ് സജീവമാവുക? അവിടെ സാധാരണക്കാരുടെ കയ്യിലേക്ക് പണം ചെല്ലുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ വലിയ വരുമാനക്കാരുടെ നിന്ന് അല്ലെങ്കിൽ വലിയ പിന്നെ വിലയ്ക്ക് സാധനം മേടിക്കുന്നവരുടെ നിന്ന് കുറച്ച് നികുതി കൂടുതൽ മേടിക്കുക. ഏറ്റവും സാധാരണ ഐറ്റങ്ങൾക്ക്, ഇപ്പോൾ ഭക്ഷ്യ സാധനങ്ങൾക്ക് മറ്റുകാർക്ക് വളരെ വളരെ മിനിമം ടാക്സ് അല്ലെ ടാക്സ് ഇല്ല എന്ന് പറയുന്നതൊക്കെ എപ്പോഴും സമൂഹത്തെ സഹായിക്കാനുള്ളൊരു ടാക്സിൻ്റെ രീതിയാണ്. അപ്പോൾ അതുപോലുള്ളൊരു കാര്യമൊന്നും അല്ല വന്നേക്കുന്നതെന്നുള്ള പ്രശ്നമുണ്ട്. പേപ്പർ ലോട്ടറി കേരളത്തിലും ബംഗാളിനുണ്ട്. അത് ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു. മറ്റ് സംസ്ഥാനങ്ങൾക്ക് നമ്മൾ പറഞ്ഞ പോയിന്റിനോട് യോജിപ്പുണ്ട്. അവർക്കതിനകത്ത് അവർക്ക് ലോട്ടറി ഇല്ല. പേപ്പർ ലോട്ടറി, ഓൺലൈൻ ലോട്ടറിയാണ് ചിലടത്തൊക്കെ ഉണ്ടായിരുന്നത്. അതിപ്പോൾ നിരോധിച്ചല്ലോ. പേപ്പർ ലോട്ടറി എന്ന് പറഞ്ഞാൽ നമ്മളതിനകത്ത് എംപ്ലോയ്മെൻറ്റ് ആസ്പെക്റ്റാണ് പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിച്ചത്. നമുക്ക് വാസ്തവത്തിൽ 1.5 ലക്ഷം പേരിലധികം 2 ലക്ഷത്തോളം ആളുകൾ ജീവിക്കുന്ന ഒരു മാർഗ്ഗമാണ് അത്. നിങ്ങൾ എവിടെ ഇറങ്ങിയാലും ഒരു ലോട്ടറി ആയിട്ട് വരുന്ന ഒരാളെ കണ്ടാൽ അവർക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ വലിയ ഹെവി ജോലിയൊന്നും ചെയ്യാത്ത ആളുകളൊക്കെയാണ് കൂടുതലും ആളുകൾ വരുന്നത്. അല്ലെങ്കിൽ ഇത് നല്ല ജോലി ചെയ്യുന്നവരുണ്ട്. അവർക്കൊരു വരുമാനം കിട്ടുന്ന വലിയൊരു പദ്ധതി, അത്രയും പേർക്ക് ജോലി കൊടുക്കുന്നൊരു കാര്യമാണെന്നുള്ളതുകൊണ്ടാണ് നമ്മളത് പറഞ്ഞേക്കുന്നത്. അത് വീണ്ടും ഞങ്ങൾ പെർസീവ് ചെയ്യും. വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, വീണ്ടും റിക്വസ്റ്റ് ചെയ്യും. കൗൺസിൽ വരാൻ പോകുന്നേ ഉള്ളൂ. ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ യോഗത്തിന് പറഞ്ഞിരുന്നു. കേരളം ശക്തമായിട്ട് ഈ കാര്യം ഉന്നയിച്ചിരുന്നു. അതിനകത്ത് ആ കാര്യങ്ങളെല്ലാം മിനിസിനകത്ത് വന്നിട്ടുണ്ട്.
ഈ ലക്ഷറി ഐറ്റങ്ങൾക്കൊന്നും മഹാഭൂരിപക്ഷത്തിനും അങ്ങനെ അങ്ങോട്ട് പോയിട്ടില്ല. കേരളത്തെ സംബന്ധിച്ച് 78% ഐറ്റങ്ങൾ 28-ലും 18-ലുമാണ് വരുന്നത്. ബാക്കി രണ്ടും ഏകദേശം കണക്കാണ് പറയുന്നത്. 5%-നകത്തും 12%-നകത്തും ഒരു 9% വീതം വരുമെന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ കണക്കിൽ ഈ 28-ലും 18-ലും വരുന്നതിനേക്കാളും അധികം സാധനങ്ങൾ കേരളത്തിൽ വരുന്നത്. കാരണം കേരളത്തിൽ കുറച്ചുകൂടെ ഹൈ എൻഡ് ലക്ഷറി ഐറ്റങ്ങളൊക്കെ മേടിക്കുന്നത്. ഇപ്പോൾ ലക്ഷറി എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല ഫോണോ ഇലക്ട്രോണിക്സോ വളരെ കൂടിയ കോസ്മെറ്റിക് ഐറ്റംസൊക്കെ ലക്ഷറി വരും. അതിനകത്ത് നല്ലൊരു ഫാൾ വരുമ്പം ഈ മറ്റുള്ള സ്റ്റേറ്റിനുണ്ടാകുന്ന പെർസെൻറ്റേജ് ഫാളിനേക്കാളും കേരളത്തിന് വരും. ഉദാഹരണം ഞാൻ പറയാം. 2017 പറഞ്ഞിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവർ 174 ഐറ്റങ്ങളുടെ വില കുറച്ചായിരുന്നു. അതുവരെ കേരളത്തിന് കോമ്പൻസേഷൻ തന്നുകൊണ്ടിരുന്നത് 3000 കോടിയാണ്. ആ ഒറ്റ വർഷം കൊണ്ട് അത് 8000 ചില്ലാനും കൂടിയായി മാറി. കാരണം ആ ഒറ്റ വർഷത്തെ ആ ടാക്സ് കുറവ് വന്നപ്പോഴത്തേക്ക് കേരളത്തിൻ്റെ ടാക്സ് നല്ല കുറവ് വന്നു. അപ്പോൾ ഈ ഹൈ എൻഡ് സാധനങ്ങളുടെ വില വല്ലാതെ ടാക്സ് കുറയ്ക്കുമ്പോഴത്തേക്കും ഹൈ എൻഡ് സാധനങ്ങളിൽ ടാക്സ് മേടിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും വില കുറഞ്ഞ ഏറ്റവും സാധാരണക്കാരനെ ബാധിക്കുന്ന അതുപോലെ ആരോഗ്യ രംഗത്തെ കാര്യങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ടാക്സ് കുറവെന്നുള്ളതാണ്. അപ്പോൾ ആ ലൈനാണ് സാധാരണ ഒരു നല്ല ടാക്സേഷനായിട്ട് എടുക്കുക. അപ്പോൾ ഇതിപ്പം വരുമ്പോൾ നമുക്ക് നല്ലപോലെ കുറയും. എത്ര കുറയും എന്നൊക്കെയുള്ളത് വാസ്തവത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ കണക്കില്ല, നമ്മുടെ അതിൻ്റെ കൃത്യമായ കണക്ക് വരുന്നില്ല ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. എന്തായാലും 10-20% കുറയുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. അതായത് പറഞ്ഞത് വളരെ കൃത്യമായിട്ട് കണക്ക് കൂട്ടാൻ ഉള്ള സ്ഥിതി ഇപ്പോൾ ഇല്ല. കേന്ദ്ര ഗവൺമെൻറ് തന്നെ കണക്കില്ല, കണക്ക് വെച്ചിട്ടില്ല വെച്ച് ഈ ഇത് വെച്ചെന്ന് പറഞ്ഞല്ലോ, കണക്കൊന്നും ഇല്ലാതെ വെച്ചേ എന്നാൽ നമ്മൾ പറയാം. അപ്പോൾ ഇൻഷുറൻസിൻ്റെ മാത്രം കുറയുന്നത് ഒരു എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് 475-500 കോടി വരും. ഓട്ടോമൊബൈലിന് കുറവ് വരുന്ന 1000 മുതൽ 1200 കോടി വരും. ചിലത് കൂടിയിട്ടുണ്ട്, കുറച്ചിട്ടുണ്ട്. 1200 കോടി വരും. സിമെൻറ്റിൻ്റെ 300 മുതൽ 500 കോടി വരും. ഇലക്ട്രോണിക് ഗുഡ്സിൻ്റെത് ഒരു 500 കോടിക്ക് അടുത്ത് വരും. ഈ 3-4 ഐറ്റം മാത്രം 2500 കോടിയുടെ കണ്ടു. അപ്പോൾ ഇത് ഐറ്റം എന്ന് പറഞ്ഞാൽ 10-29 ഐറ്റം ഉണ്ടേ ഈ കുറവ് വന്നേ. അപ്പോൾ ചിലത് നമ്മളധികം ബാധിക്കത്തില്ല. കേരളത്തിൽ ഉപയോഗിക്കാത്ത സാധനം കാണും. എല്ലാ ഐറ്റം കൂടി ഇടിപ്പിച്ചാണല്ലോ ലിസ്റ്റ് വരിക. എന്നാൽ ചെറിയ തുകയ്ക്കുള്ളത് കാണും. ഇതെല്ലാം കൂടെ വരുമ്പം ഇത്രയും വരാം. ഏകദേശം ഒരു പെർസെൻറ്റേജ് വെച്ചൊരു കാര്യമാണ് പറയുന്നത്. അത് ഇത് കൂടാതെ ഇതിൻ്റെ ഒരു ഭാഗം കേന്ദ്ര ഗവൺമെൻറ്റിന് പോയിട്ട് അവിടുന്ന് വരുന്ന നമുക്ക് കിട്ടേണ്ട അവരുടെ പണത്തിൽ നിന്ന് ഡിവിസീവ് പൂളിൽ നിന്ന് വരുന്ന ഭാഗമുണ്ട്. അതോടെ വരുമ്പോൾ ഇതിനേക്കാളും കൂടും. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 50% പോകുമല്ലോ. ആ 50% കേന്ദ്ര ഗവൺമെൻറ് എല്ലാം കൂടെ കിട്ടുന്ന പണം കിട്ടുന്നതിനകത്ത് 41% താഴോട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെയും കൂടെ ബാധകം വരും. ശരിക്കും നഷ്ടം വരും. ഒരു 18,000 കോടി കൂടെ കുറഞ്ഞാൽ കൂടുതൽ ബുദ്ധിമുട്ട് വരും. GST കഴിഞ്ഞിട്ട് ചോദിക്കാം. അല്ല 12%-28% എടുത്തു കളയുന്നതാണല്ലോ ഇപ്പോൾ അറിയുന്നത്. അപ്പോൾ ഇതിൽ 12%-ൽ ഇപ്പം നിലവിലുള്ള ഐറ്റംസിൽ ഏകദേശം എത്ര പെർസെൻറ്റേജ് 5-ലേക്കും എത്ര 28-ലേക്കും അങ്ങനെ എന്തെങ്കിലും ഈ ഇത് വന്നിട്ടുണ്ടോ? പിന്നെ 28-ൽ നിന്നൊരു 10-65% അങ്ങ് പോവും, താഴോട്ട് പോവും. കയറുന്ന ഒരു 5-6 ഐറ്റമേ ഉള്ളൂ ഈ 28-ൽ നിന്ന് 40-ലേക്ക് പോകുന്നത്. പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട്. ഓൾറെഡി കോമ്പൻസേഷൻ സെസ് മേടിക്കുന്ന കുറേ ഐറ്റങ്ങളാണ് പോകുന്നത്. 88 വരെ മേടിക്കുന്ന ഐറ്റങ്ങളുണ്ട്. പുകയില, കാറുകൾ, വലിയ വില കൂടിയ കാറുകൾക്ക് മേളിലാണ്. അപ്പോൾ അങ്ങനെയുള്ളതിന് അങ്ങോട്ട് പോകത്തേ ഉള്ളൂ. 18-ൽ നിന്ന് താഴോട്ട് പോകുന്നത് ഒറ്റയടിക്ക് 5-ലേക്ക് 0-ലേക്ക് പോകുന്നത് കാണും. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ പറഞ്ഞ പെർസെൻറ്റേജ് നിൽക്കുമോ എന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് കോമ്പൻസേഷൻ. ഇപ്പോൾ ഒരു കാര്യം കാൽക്കുലേറ്റ് ചെയ്യാതിരിക്കുമ്പോൾ ഒരു കോമ്പൻസേഷൻ ഉറപ്പാക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ വർഷം തന്നെ 5000-8000 കോടിയെ കുറഞ്ഞാൽ ഇപ്പോൾ ഓണം വരെ ഇങ്ങനെ പോയി ഇത് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് പൈസ കുറച്ചാൽ എന്ത് ചെയ്യും? സംസ്ഥാനത്തിന് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ GST വലിയ കാര്യമാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നല്ലോ. ആ GST വന്നില്ലായിരുന്നെങ്കിൽ നമുക്കിപ്പോൾ 50,000 കോടി ഓൾറെഡി കിട്ടിയാനല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പഴയ കണക്ക് വെച്ചിട്ടാണല്ലോ, വെറുതെ ആകാശത്തെന്ന് പറയുന്നൊരു കണക്കല്ല. കിട്ടിക്കൊണ്ടിരുന്ന 18,500 കോടിയിലധികം ഈ അന്നത്തെ പെർസെൻറ്റേജ് ഗ്രോത്തിന് വളരെ മിനിമൈസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 12% വെച്ച് കൂട്ടുവാണെങ്കിൽ, 14 പറഞ്ഞ് 12% വെച്ച് കൂട്ടുവാണെങ്കിൽ 51,000 കോടി കിട്ടിയാലേ കഴിഞ്ഞ വർഷം 32,000 കിട്ടിയിട്ടുള്ളൂ. GSTയുടെ കണക്കനുസരിച്ചാണ് 54,500 കിട്ടണം, 32,000 കിട്ടിയുള്ളൂ. 22,000 കോടി രൂപ കുറവാണ്. ആ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ബാധിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പരസ്യത്തിനെയും ബാധിക്കും. പരസ്യത്തെ ബാധിച്ച് പത്രങ്ങളെ ബാധിക്കും, TV-യെ ബാധിക്കും. ഇതെല്ലാം ഭാഗ്യക്കുറിയെ ബാധിച്ചാലും എല്ലാവരെയും ബാധിക്കും. അപ്പോൾ ഇതെല്ലാം കളക്ട് ചെയ്ത ശമ്പളത്തെ ബാധിക്കും, ചെലവുകളെ ബാധിക്കും. അങ്ങനല്ല, GST വരുന്നതിന് മുമ്പ് നമുക്ക് സർവീസ് ടാക്സും ഇല്ലാതെ 18,000, ഞാൻ കൃത്യം 18,500 കോടിക്ക് മേളിലുണ്ടായിരുന്നു.
അതായത് 2016-17 വന്നേ, വാറ്റും സെയിൽ ടാക്സും കൂടി. അതിനകത്ത് മദ്യം ഒഴിച്ചുള്ള ഭാഗമായിരിക്കും പറഞ്ഞത്. കാരണം മദ്യത്തിന് ഇപ്പോൾ ഇല്ലല്ലോ, ഇപ്പോഴും ഇല്ലല്ലോ GST, മദ്യം പെട്രോൾ. ആ 18,500 12% വെച്ച് അന്ന് ഗ്രോത്ത് ഉണ്ട് മിനിമം. ഗ്രോത്ത് കൂട്ടണമല്ലോ, അന്നത്തെ വെച്ചല്ലല്ലോ കണക്ക് കൂട്ടുന്നത്. ഇപ്പം കഴിഞ്ഞ വർഷത്തെ ടാക്സ് അല്ലല്ലോ ഈ വർഷം കിട്ടുന്നത്, ശമ്പളമല്ലല്ലോ, എല്ലാത്തിനും ഗ്രോത്ത് വരത്തില്ലേ. അങ്ങനെ വരുമ്പോൾ ആ 12% വെച്ച് ഒരാൾ ഒന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ, മര്യാദയ്ക്കൊക്കെ സ്റ്റേറ്റിൻ്റെ അഡ്മിനിസ്ട്രേഷൻ പോയി കച്ചവടവും എക്കണോമിയൊക്കെ തകരാതെ പോയാൽ നമുക്ക് 51,000 കോടി കിട്ടിയതിനെ കഴിഞ്ഞ വർഷം. GST വരുന്നില്ലായിരുന്നു, GST വേണ്ട, സർവീസ് ടാക്സ് അവരെടുത്തോട്ടെ, അവർ സർവീസ് ടാക്സ് കൂടി ഇങ്ങോട്ട് ചേർക്കുമെന്ന് പറഞ്ഞാൽ തന്നെ. അങ്ങനെയാണ് 51,000 കോടി കിട്ടിയതിന്. ഇനി അതിന് പകരം 32,000 ചില്ലാനേ കിട്ടുള്ളൂ. GST അല്ലാതെ GST വന്ന അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞാൽ എന്താ, 14% വീതം ഓരോ വർഷം വരുമാനം ഉണ്ടാവും, വർധന ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ 5 വർഷം കാലത്തേക്ക് കോമ്പൻസേഷൻ അത് ഉറപ്പാക്കി തന്നു. ഇപ്പം നമ്മുടെ നല്ല കാലത്തിന് ഞാൻ കയറി ആദ്യത്തെ വർഷം കഴിഞ്ഞപ്പോൾ ആ കോമ്പൻസേഷൻ പീരീഡും കഴിഞ്ഞു. 2022 ജൂൺ മാസം അവസാനം അത് തീർന്നു. അങ്ങനെ 12,000 വരെ കഴിഞ്ഞ വർഷത്തെ മാത്രം കോമ്പൻസേഷൻ ഉണ്ടായിരുന്നെങ്കിൽ കിട്ടേണ്ട തുകയിൽ നിന്നും 22,000 കോടി രൂപ കുറച്ചേ കിട്ടിയുള്ളൂ. അവർ പറഞ്ഞ 14% വെച്ച് ഗ്രോത്ത് കിട്ടുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം കിട്ടേണ്ടത് 54,500 കോടിയാണ്. പക്ഷേ കിട്ടിയത് 32,500 കോടിക്കടുത്താണ്. അപ്പോൾ GST വന്നിട്ടായാലും ഇനി GST ഇല്ലാതെ പഴയ സിസ്റ്റത്തിലായാലും ഇനിയും കുറയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത്രയെങ്കിലും മിനിമം കുറയുന്നതാണ് നമ്മുടെ കണക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇതൊരു നോട്ട് നിരോധനം പോലെ വന്നൊരു സാധനമാണ്. എല്ലാ സ്റ്റേറ്റിനും ഇപ്പോൾ 10,000 ഒക്കെ ശരാശരി, അതിനേക്കാളും കൂടുതൽ. ഇപ്പോൾ കർണാടകയിൽ നിന്ന് അവർ വന്നിട്ട് എല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് അവരുടെ കേന്ദ്രത്തിൽ നിന്നുള്ള ഡിവിസീവ് പൂളും കൂടെ നോക്കിയാൽ 16,000 കോടി വരുമെന്നാണ്. നമുക്ക് അങ്ങനെ ഒരു 10,000 കോടിയിലെങ്കിലും അധികം വരും. തെലുങ്കാന അത് തന്നെ പറഞ്ഞു, തമിഴ്നാടിന് അതുപോലെ തന്നെ, മഹാരാഷ്ട്രയ്ക്ക് ഒരു പക്ഷേ അതിനേക്കാളും കൂടുതലായിരിക്കും. യു പിക്കൊക്കെ 10,000 കോടി വന്നേക്കാം, നമുക്ക് എല്ലാം അറിഞ്ഞില്ല. എല്ലാ സ്റ്റേറ്റുകൾക്കും വരും. അതുകൊണ്ടാണ് പറഞ്ഞത് BJP സ്റ്റേറ്റ്, BJP ഇതര സ്റ്റേറ്റ് ഒന്നുമില്ല. പിന്നെ ചില സ്റ്റേറ്റിന് പ്രത്യേക സഹായം വല്ലതും കൊടുക്കുമെങ്കിൽ അവർക്ക് പിടിച്ചിരിക്കാൻ നല്ലത് കാര്യമില്ല. അവർ കമ്മിറ്റിയിൽ ഓപ്പണായിട്ട് അവർക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അതിനകത്ത് അവർക്ക് നഷ്ടം വരുമ്പം പ്രത്യേക സാഹചര്യങ്ങൾ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അകത്ത് പറഞ്ഞിട്ടുണ്ടാവും. വ്യക്തിപരമായി പറയുമ്പോൾ അവർ പറയല്ലോ ഞങ്ങൾക്ക് ഇത്ര വലിയ നഷ്ടം വരുന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. എല്ലാവർക്കും കൂടെയാണല്ലോ പാക്കേജ് എന്ന് പറഞ്ഞാൽ, എല്ലാവർക്കും കൂടെയല്ലേ വരിക. എന്തായാലും കോമ്പൻസേഷൻ വേണമെന്നുള്ള പൊതുവായ അഭിപ്രായം, അല്ലെങ്കിൽ സ്റ്റേറ്റുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, റൺ ചെയ്ത് പോകാൻ പറ്റില്ല. ടാക്സ് ഒന്നും ഇല്ലെങ്കിൽ അത്ര നല്ലതാണെന്നൊക്കെ നമുക്ക് പറയാം. ടാക്സ് ഒന്നും ഇല്ല ഗവൺമെൻറ്റും ഉണ്ടാവില്ല, ടാക്സ് ഒന്നും ഇല്ല റോഡും ഉണ്ടാവില്ല, ടാക്സ് ഒന്നും ഇല്ലെങ്കിൽ ഫോറസ്റ്റിലായിരിക്കും ജീവിക്കുക എന്ന് പറയുന്നത് ഒരു വിജയമല്ലല്ലോ. അപ്പോൾ അവിടെയാണ് ടാക്സ് ഉണ്ടാവണം. സാധാരണ ജനങ്ങളെ ടാക്സിൻ്റെ ബർഡൻ ഉണ്ടാക്കണമെന്നല്ല. എന്നാൽ ഈ സ്റ്റേറ്റ് റൺ ചെയ്യുന്നതിനും ഞങ്ങൾ സ്റ്റേറ്റും സെൻട്രലും എല്ലാം കൂടെ റൺ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനം വേണം. അവിടെ ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ടാക്സിൻ്റെ അളവ് സാധാരണക്കാർ കൊടുക്കണം. ആ കൊടുക്കുന്നത് മുൻകാലത്തിലൊക്കെ ബിസിനസ്സുകാരത് കൂട്ടും. ഇപ്പം നിങ്ങൾക്ക് ഒരു ടെലിവിഷൻ്റെ ഒരു മോഡല് X മോഡലാണ്, വില ടാക്സ് പറഞ്ഞു കഴിയുമ്പോൾ Y മോഡൽ ഇറക്കും, അപ്പോൾ വില കൂട്ടും. മൊബൈൽ ഫോൺ ആണെങ്കിൽ ഇന്ന മോഡൽ ഇറക്കും. ഇങ്ങനെയാണല്ലോ സാധാരണ, വില കൂട്ടും. സിമെൻറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, വളരെ സ്പെസിഫിക് ആയ കാര്യമാണ്. നേരത്തെ ആൻറ്റി പ്രോഫിറ്ററിംഗ് എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ പ്രാവശ്യം കുറച്ചപ്പോൾ ആൻറ്റി പ്രോഫിറ്ററിംഗ് കമ്മിറ്റി ആരെങ്കിലും ഇങ്ങനെ അന്യായമായി ലാഭം എടുക്കുമെന്നറിയാം. അവസാനം ആൻറ്റി പ്രോഫിറ്ററിംഗ് കമ്മിറ്റിക്ക് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ആ കമ്മിറ്റി പിരിച്ചുവിടാൻ തീരുമാനിച്ചു. എന്നിട്ട് GST കൗൺസിൽ തന്നെ കോമ്പറ്റീഷൻ കമ്മീഷനെ ആ ജോലി ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനൊരു കമ്മീഷനുണ്ട്, MRTP. അപ്പോൾ അന്ന് ഞാൻ GST കൗൺസിൽ വന്നതിന് ശേഷമാണ്, അല്ലെങ്കിൽ ഞാൻ മന്ത്രിയതിന് ശേഷം, അന്ന് ആൻറ്റി പ്രോഫിറ്ററിംഗ് കമ്മിറ്റി പിരിച്ചുവിടുന്നതിനെ കേരളം എതിർത്തിരുന്നു. അത് കഴിഞ്ഞ് കോമ്പറ്റീഷൻ കമ്മീഷനോട് ഇത് ആവശ്യപ്പെട്ടു. കോമ്പറ്റീഷൻ കമ്മീഷൻ പറഞ്ഞു ഞങ്ങളുടെ ജോലിയാണത്, ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന്. ഇപ്പോൾ ഇങ്ങനെ ഈ ആൻറ്റി പ്രോഫിറ്ററിംഗ് എന്തെങ്കിലും തെറ്റായ രീതി ഉണ്ടാക്കുന്ന ആളെ കണ്ടുപിടിക്കാൻ ഇപ്പോൾ തന്നെ നിയമമില്ല. അപ്പോഴാണ് നിങ്ങൾ ഈ ടാക്സ് ഏകദേശം വളരെ ഭീമമായി 2 ലക്ഷമെന്നോ 2.5 ലക്ഷമെന്നോ ഇപ്പോൾ പറയുന്നു, അതിനേക്കാളും കൂടുതൽ വന്നേക്കാം. 22 ലക്ഷം കോടി രൂപയുടെ GST ആണ് കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടി. 22,800,000 കോടിയുടെ GST ആണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യക്ക് കിട്ടിയത്. അതിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് സ്റ്റേറ്റിനും സെൻട്രലിനായി പോകും. അതിനകത്തുനിന്ന് ഒരു 2-3 ലക്ഷം പോകും, അതിൽ കൂടുതൽ പോകാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. 4 ലക്ഷം കോടിയെങ്കിലും പോകുന്നതാണ്. ഈ പോകുന്നത് കസ്റ്റമർക്ക് കിട്ടാതെ കമ്പനികൾക്ക് പോകാം. കാരണം ഷെയർ മാർക്കറ്റ് നിങ്ങൾ നോക്കിയാൽ മതി, എല്ലാ കൺസ്യൂമർ ഐറ്റം വിൽക്കുന്ന കമ്പനികളുടെയും ഷെയർ ഒറ്റയടിക്ക് 30-40% ആ ദിവസങ്ങളിൽ കൂടിയിട്ടുണ്ട്, എല്ലാ കമ്പനികളുടെയും. ഏതാ അദ്ദേഹം പറഞ്ഞത്? ഈ GST
ടാക്സ് കുറച്ചാൽ ഉപഭോഗം കൂടുമെന്നുള്ള തിയറി ഉണ്ട്, അതൊക്കെ ഉണ്ടായിക്കോട്ടെ. അപ്പം ഈ ടാക്സ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവർക്ക് ടാക്സിൻ്റെ ബെനിഫിറ്റ് കിട്ടണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ടാക്സ് കുറച്ചാൽ ടെലിവിഷന് നിങ്ങൾക്ക് 25,000 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ടെലിവിഷന് 22,000 രൂപയ്ക്ക് കിട്ടും, അല്ലെങ്കിൽ 23,000 രൂപയ്ക്ക് കിട്ടുമെങ്കിൽ ആ 23,000 രൂപയ്ക്ക് കിട്ടണം. അത് ഇമ്മീഡിയറ്റായിട്ട് മറ്റേ 23,000 അടുത്ത മോഡൽ ഇറക്കിയിട്ട് വില കൂട്ടരുത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് പർച്ചേസിംഗ് പവർ ഉണ്ടാവണമെങ്കിൽ അവർക്ക് എംപ്ലോയ്മെൻറ്റ് ഉണ്ടാവണം, അവർക്ക് മറ്റു കാര്യങ്ങളുണ്ടാവണം. അതിന് സ്റ്റേറ്റുകൾക്ക് പണം വേണം. ആ സ്റ്റേറ്റുകൾക്ക് ടാക്സ് കുറയ്ക്കാം, പക്ഷേ സ്റ്റേറ്റുകൾക്ക് ഒരു കോമ്പൻസേഷൻ ഉണ്ടാവണം. ആ കോമ്പൻസേഷന് നിലവിലുള്ള കോമ്പൻസേഷനും ടാക്സിൻ്റെ സമ്പ്രദായത്തിനകത്ത് തന്നെ ഒരു മാറ്റവും വരുത്താതെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. നിലവിലിപ്പം മേടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്, അത് ചെയ്യാൻ പറ്റും. ഇതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്, അല്ലാതെ ഇതിനെതിരെ വേറൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ പലപ്പോഴും ആ ഇൻറ്റൻഷൻ നടന്നു വരുമ്പോൾ കസ്റ്റമേഴ്സിനും ഗുണമുണ്ടാവില്ല, ഗവൺമെൻറ്റിനും ഗുണമുണ്ടാവില്ല എന്നുള്ള സ്ഥിതി വരും. അതുകൊണ്ട് വെറുതെ നമ്മളൊരു പ്രഖ്യാപനം നടത്തുന്നത് പോലെ പറഞ്ഞിട്ട് അതിൽ ഉറപ്പാക്കണം ഈ കാര്യങ്ങൾ എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ആൻറ്റി പ്രോഫിറ്ററിങ് അതോറിറ്റി നേരത്തെ ഉണ്ടായിരുന്നു, അത് ഫങ്ഷണൽ അല്ലാത്തതുകൊണ്ട് അവർക്കൊന്നും കണ്ടുപിടിക്കാത്തതുകൊണ്ടാണത് അത് നിർത്താൻ വേണ്ടി ഒരു പ്രൊപ്പോസൽ വന്നു. അപ്പോൾ അന്ന് ഡൽഹി ചേർന്നൊരു മീറ്റിങ്ങിലാണെന്ന് എനിക്ക് തോന്നുന്നത്, ഡൽഹിയാണോ ലക്നൌവിൽ ചേർന്ന്. അപ്പോൾ ആൻറ്റി പ്രോഫിറ്ററിങ് കമ്മിറ്റി നിർത്തലാക്കുന്നതിനെതിരെ കേരളം പറഞ്ഞിരുന്നു. പക്ഷേ ആൻറ്റി പ്രോഫിറ്ററിങ് കമ്മിറ്റി അതിൻ്റെ വാദം ഉന്നയിച്ച് അത് ഫങ്ഷണലല്ല എന്ന് പറഞ്ഞ് നിർത്തലാക്കി ആ ചുമതല കോമ്പറ്റീഷൻ കമ്മീഷൻ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. കോമ്പറ്റീഷൻ കമ്മീഷൻ അത് നോക്കിയിട്ട് പറഞ്ഞു ഞങ്ങളുടെ മാൻഡേറ്റ് ഒന്നുമല്ല, ഞങ്ങൾക്ക് ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിപ്പം അങ്ങനെ ഒരു കമ്മിറ്റി ഇല്ല. ഇനിയായാലും അങ്ങനെ ഒരു കമ്മിറ്റി വന്നെന്ന് പറഞ്ഞിട്ട് മാത്രമൊന്നും ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതൊക്കെ ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കേണ്ടല്ലോ. ഈ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും തമ്മിലൊന്നും പിന്നെ നടത്തില്ല എന്നുള്ള ധാരണയല്ലല്ലോ നമ്മൾ നിൽക്കുന്നത്. അത് ഈ ചർച്ച ചെയ്തിട്ട് തീരുമാനത്തിലേക്ക് എത്തിക്കാനല്ലേ. അതുകൊണ്ട് അവർ നടത്തില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എല്ലാ സ്റ്റേറ്റുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോകാനല്ലേ സെൻട്രൽ ഗവൺമെൻറ് ശ്രമിക്കുക. മാത്രമല്ല സംസ്ഥാനങ്ങളുടെ വരുമാനവും ആരോഗ്യവും നിലനിൽക്കണം, നമ്മൾ സാധാരണക്കാരെ സഹായിക്കണം. അതിന് പറ്റുന്ന ഒരു തീരുമാനം അവരെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ വരത്തില്ല എന്ന് വിചാരിക്കുന്നത് ശരിയാവത്തില്ല. അന്നേരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്നേരം നോക്കുക. കാണാൻ തീരുമാനിച്ചില്ല. ഞങ്ങൾ അടുത്ത ദിവസം കാണാൻ പോവല്ലേ. ഞങ്ങൾ 2 ദിവസം പൂർണ്ണമായും കേന്ദ്ര ധനകാര്യമന്ത്രിയോട് കൂടി ഇരിക്കാൻ പോവാണ്. 3-ാം തീയതി 4-ാം തീയതി ഓണത്തിന് അല്ലെന്ന് ഉത്രാടത്തിന് ഫുള്ളിൽ കൂടി ഇരിക്കുക. അല്ല, അത് നമ്മൾ അവിടുന്ന് അന്ന് തന്നെ നമ്മുടെ ഈ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിനകത്ത് വേറെ തർക്കമൊന്നുമില്ല. ഈ കാര്യം കൂടി അജണ്ട ചേർക്കണം, ഈ വിഷയം കൂടെ അജണ്ട ചേർക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ അത് നിങ്ങൾക്കിപ്പോൾ അതിൻ്റെ കോപ്പി തരും. ഇപ്പോൾ ആ കോപ്പി അതിനകത്ത് ആ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഒരു പേജിലുള്ള ഇന്ന കൺസേൺസ് ആണ് ഞങ്ങളുടെ. അവിടെ ഒരിക്കലും കോമൺ ആളുകൾക്ക് സാധാരണക്കാർക്ക് ഈ ടാക്സ് അളവ് കൊടുക്കരുതെന്നും ഗുണം വരരുതെന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ടാക്സ് അളവ് കൊടുക്കണം, അതവർക്ക് കിട്ടണം. അതാണ് ആൻറ്റി പ്രോഫിറ്ററിങ്ങിൻ്റെ പ്രശ്നം പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, സ്റ്റേറ്റുകളെ ഇല്ലാതായി പോകരുത്, സ്റ്റേറ്റുകളുടെ ഇത് ഉറപ്പാക്കണം. ഇക്കാര്യം അവിടെ കൊടുക്കുകയും 2 ദിവസത്തെ GST കൗൺസിലിൽ ഈ കാര്യങ്ങളാകെ ചർച്ച ചെയ്യും. ഞങ്ങളെല്ലാം അവിടെ വളരെ ഏറ്റവും പോസിറ്റീവായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും രാജ്യത്തിൻ്റെ ആകെ എക്കണോമിയുടെ ആരോഗ്യത്തിന് വേണ്ടി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണുള്ള ഞങ്ങളൊക്കെ. അതുകൊണ്ട് അതിനകത്തൊന്നും വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ഇന്നിപ്പോൾ കാണാൻ പോകേണ്ട വേറെ തീരുമാനമില്ല. ഇത് കൊടുത്തിട്ട് അന്നത്തെ ദിവസം 2 ദിവസം സംസാരിക്കും. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഇൻപുട്ട് ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ വഴിയൊക്കെ കിട്ടുന്ന ഇൻപുട്ട് അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യും. ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് ഉണ്ട് 2-ാം തീയതി. 3 ദിവസത്തെ മീറ്റിംഗ് ആയിരിക്കും. 2 ദിവസം GST കൗൺസിൽ തന്നെയാണ്. 51,000. മൻമോഹൻ സിംഗിന്റെ കാലത്ത് GST സംബന്ധിച്ച് ലീഡ് ചെയ്തത് കേരളത്തിലുള്ള ധനകാര്യമന്ത്രിയാണ്. അപ്പോൾ കേരളത്തിന് ഗുണകരം അന്ന് ഗുജറാത്ത് അടക്കം എതിർത്തതാണ്. അപ്പോൾ കേരളത്തിന്റെ ധനകാര്യമന്ത്രി അന്ന് ലീഡ് ചെയ്തു, അദ്ദേഹമാണ് ഇത് ഫ്രെയിം വർക്ക് ചെയ്യുകയും ചെയ്തത്. സ്വാഭാവികമായിട്ടും അതൊരു തെറ്റായ നിലപാടായിരിക്കും. അങ്ങനെ ഒരു പരിചയസമ്പന്നനായ പത്രക്കാരനാണെങ്കിലും ചില കാര്യങ്ങൾ വേണ്ടത്ര കൃത്യമായിട്ട് ഓർക്കാത്തതുകൊണ്ടത്. കാരണം ഈ GST GST കൗൺസിലിൽ കേരളം വാറ്റിലുണ്ടായിരുന്നു. ഗവൺമെൻറ് മന്ത്രിമാർ ധനകാര്യമന്ത്രി. ഇപ്പം ഞാൻ റേറ്റ് റാഷണലൈസേഷൻ കമ്മിറ്റി ഇല്ലേ, ഈ GSTയുടെ ഭാഗമായിട്ട് ഞാനും ഉണ്ടല്ലോ കമ്മിറ്റികളിൽ. CPM-ൻ്റെ അഭിപ്രായം അവസാനം CPM എടുത്തെന്താ? CPM-ൻ്റെ അഭിപ്രായം എന്നാൽ ആദ്യമേ GST വരുമ്പോൾ നല്ല ഗുണം ഉണ്ടാകുമെന്ന് നമ്മളെല്ലാം ധരിച്ചു. പറഞ്ഞിട്ടുണ്ടെന്നില്ലെന്നും ഞാൻ പറയുന്നില്ല. സ്റ്റേറ്റുകളൊക്കെ വലിയ ഗുണം വരുമെന്ന് പറഞ്ഞു. പക്ഷേ GST സംബന്ധിച്ചുള്ള സെലക്ട് കമ്മിറ്റി രൂപീകരിച്ചിരുന്നു രാജ്യസഭ. ഞാനായിരുന്നു അതിനകത്തെ അംഗം. ഞാനാണ് അതിനകത്ത് അന്ന് സീതാറാം യെച്ചൂരിയാണ് പാർലമെൻറ്റിലെ നേതാവും കൂടിയാണ്, അത് ജനറൽ സെക്രട്ടറിയാണ്. പാർട്ടിയും കൂടെ ആലോചിച്ചിട്ട് പാർട്ടി PBയും കൂടെ ഡിസ്കസ് ചെയ്തിട്ടാണല്ലോ എന്നോട് പിന്നെ ഞാൻ ഈ കാര്യം സ്റ്റഡി ചെയ്തിട്ട് അവിടെ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അതിനകത്ത് ഡിസെൻറ്റ് എഴുതാനായിട്ടുള്ള പാർട്ടിയും കൂടെ ആലോചിച്ചിട്ടാണല്ലോ ഞാനാ ഡിസെൻറ്റ് എഴുതിയത്. ഞാനും D രാജയും ഞങ്ങൾ രണ്ടും കൂടെ സിംഗിളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ തയ്യാറാക്കിയത്. ഒപ്പിട്ട് ഞങ്ങൾ ഡിസെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളതിനകത്ത് പറഞ്ഞൊരു കാര്യം, ഈ കാര്യമെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ GST ഇതേപോലെ നടപ്പിലാക്കുകയാണെങ്കിൽ ദ സ്റ്റേറ്റ്
state governments have to, state finance ministers have to come to the center with begging bowls എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്നേരം ഇങ്ങനെ ഈ പിന്നെ മത്സരിക്കൊന്നും ഇതൊന്നും ആവുമെന്ന് വിചാരിച്ചിട്ടില്ല. നമ്മൾ ബെഗ്ഗിങ് ബൗൾസുമായിട്ട് വരേണ്ട സ്ഥിതിയിലാണ് ഇപ്പോഴെന്നുള്ളത് കറക്റ്റായി. എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ നഷ്ടങ്ങൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഈ GST ഇല്ല. അമേരിക്കയാണല്ലോ ഏറ്റവും വലിയ ബിസിനസ് കേന്ദ്രം, വലിയ മുതലാളിത്ത രാജ്യമാണല്ലോ. അവിടെ GST ഇല്ല. സ്റ്റേറ്റുകൾക്ക് വലിയ പവേഴ്സാണ്. ബ്രിക്സ് ആ സമയത്താണ് നടപ്പിലായത്. ബ്രിക്സിൻ്റെ പ്രശ്നം ഉണ്ടായത്. ബ്രിക്സ് ഉണ്ടായതും ഇംഗ്ലണ്ട് ക്വിറ്റ് ചെയ്തതും. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ തകർച്ച, പിന്നെ ബ്രിക്സ്, ഇതൊക്കെ ആ റിപ്പോർട്ട് നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിലെ ചർച്ചകളിലാകെ ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഘട്ടമായപ്പോഴേക്കും GST അപകടം ചെയ്യുമെന്നുള്ള ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഡിസൻറ്റ് കൊടുത്തത്. അതിനു മുമ്പ്